നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എനിക്കും അറിയാനിട്ടല്ല, പതിവ്രത ആയതുകൊണ്ടായിരിക്കും എപ്പോഴും ഇവന്റെ ഒപ്പം തന്നെ നടക്കുന്നത്. അത് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാ ഇവിടെ കൂടി നിൽക്കുന്നവരും നിന്നെ പച്ചയ്ക്ക് കത്തിക്കും. പിന്നെ നീ നിനക്കറിയാവുന്ന നാറിയ കളികൾ മുഴുവൻ കളിച്ചോ. അത് നേരിടാൻ ഞാൻ തയ്യാറാടി. വാ ദേവികേ, പോ. നിനക്കെതിരെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. പരാതിയോ? എന്താണ് സർ? നീ ഇരുട്ടെന്ന് പറയുന്നവരും ചേർന്ന് ശരത്ത് എന്ന് പറയുന്ന ഒരുത്തനെ തല്ലിയോ? ഞാനോ? തല്ലാനോ? സാറിന് ആള് മാറിപ്പോയതാ. ആള് മാറിയൊന്നുമല്ല. ആരാടാ ഇരുട്ട്? ഞാനാ സാറേ. നീ എന്തിനാടാ ഇവിടെ വയ്ക്കുന്നേ? ഞാൻ വിളിച്ചതാ ബൈസ്റ്റാൻഡറായിട്ട്. നിനക്കെന്താ അസുഖം? ഒന്നും പറയണ്ട, BP ഷൂട്ടപ്പ് ആയതാ. വല്ല കാര്യം അറസ്റ്റാണെന്ന് സംശയിച്ചാ ഓടി പിടിച്ചു വന്നേ. ഭാഗ്യത്തിന് അതല്ലായിരുന്നു. അതൊക്കെ പോട്ടെ, നീ എന്തിനാ ശരത്തിനെ തല്ലിയത്? ഞാൻ തല്ലിയില്ലെന്ന് പറഞ്ഞില്ലേ? അപ്പൊ അവൻ പറഞ്ഞതോ? അതെനിക്കറിയില്ല. ഇന്നലെ വൈകുന്നേരം ഒരു പ്രകോപനവും ഇല്ലാതെ തല്ലിയെന്നാ അവന്റെ മൊഴി. വൈകുന്നേരം എന്ന് പറയുമ്പോ സന്ധ്യക്ക്. സാറേ, ആ സമയത്ത് ഞങ്ങൾ ഇവിടെ ആയിരുന്നല്ലോ. അതെ. 4 മണിയോടെ ഞാനിവിടെ അഡ്മിറ്റായി. പിന്നെ എങ്ങനെയാ സാറേ ഞാൻ ശരത്തിനെ തല്ലുന്നേ? സാറിന് സംശയം ഉണ്ടെങ്കിൽ ഇവിടുത്തെ ഹോസ്പിറ്റൽ റെക്കോർഡൊന്ന് പരിശോധിച്ച് നോക്ക്. ഇത് കള്ളക്കേസാ സാറേ. ഒന്നുകിൽ സാറിനെ അവൻ മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിച്ചു, അല്ലെങ്കിൽ അവന് സ്വയം തെറ്റുപറ്റി. ഈ തല്ലുകൊള്ളുമ്പോ ബോധം പോവെന്ന് പറയാറില്ലേ? അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാവാനാ വഴി. അപ്പം നീ ഒന്നും ചെയ്തിട്ടില്ല? ഉറപ്പായിട്ടുമില്ല. ഞാൻ അങ്ങനെ ഒരാളല്ല സാറേ. മാത്രമല്ല, തല്ലുണെങ്കിൽ എനിക്ക് അവനോട് ശത്രുത വല്ലതും വേണ്ടേ? ഇതിപ്പോ അതുമില്ല. നീ പറഞ്ഞത് നുണയാണെന്നെങ്ങാണോ അറിഞ്ഞ ഞങ്ങൾ ഇനിയും വരും. അന്ന് ഇതുപോലെ ആയിരിക്കില്ല ചോദ്യം ചെയ്യുന്നത്. അത് വേണ്ടി വരില്ല. കാരണം ഞാൻ സത്യം പറയുന്നേ, ഞാൻ തല്ലിയിട്ടില്ല ശരത്തിനെ. ഇപ്പൊ എങ്ങനെയുണ്ട്? സാറിന്റെ ബുദ്ധി അപാരം. ഹലോ, തങ്കച്ചിയാ ഡോക്ടറെ. ഓ, മയക്കുമരുന്ന് വ്യാപാരി തങ്കച്ചി. പറ, എന്തിനാണാവോ എന്നെ വിളിച്ചത്? വല്ല ഡി അഡിക്ഷൻ കേസുണ്ടോ? മിടുക്കനാ നീ. കൂട്ടുകാരനെ കേസിൽ നിന്ന് രക്ഷിച്ചെടുത്തല്ലേ? ഏത് കൂട്ടുകാരൻ? ഏത് കേസ്? നിനക്കൊന്നും അറിയില്ലല്ലേ? ശരത്ത് എന്റെ ആളാ. അവനാരെങ്കിലും തൊട്ടിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ അവ അനുഭവിക്കും. ഇതൊക്കെ എന്നോട് എന്തിനാ പറയുന്നത്? അല്ല, ഞാനും ശരത്തും തമ്മിൽ എന്താ ബന്ധം? ബന്ധമുണ്ടോ ഇല്ലേന്നൊക്കെ വൈകാതെ നിങ്ങൾക്ക് മനസ്സിലാവും. കള്ളത്തരം കാണിച്ചിട്ടല്ലേ നീ വിശാലിനെ അഡ്മിറ്റ് ചെയ്തത്? 4 മണിക്ക് അഡ്മിറ്റ് ആയെന്ന് നീ രേഖ ഉണ്ടാക്കി. ഒരു ഡോക്ടർ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അതൊരിക്കലും ചെയ്യാൻ പാടില്ല. മെഡിക്കൽ എത്തിക്സിനെതിരാ അത്.
തിരിച്ച് ഞാൻ അങ്ങോട്ടൊരു ചോദ്യം ചോദിച്ചോട്ടെ? മയക്കുമരുന്ന് നിറച്ച പേഴ്സ് ഒരു ഡോക്ടറുടെ ക്ലിനിക്കിൽ കൊണ്ട് വെക്കാൻ പാടുണ്ടോ? ആര് വെച്ചു? നിങ്ങൾ വെച്ചു. ശരത്തിനെ ഉപയോഗിച്ച് നിങ്ങൾ വെപ്പിച്ചു.